ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ബോൾഗാട്ടി പോണ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാനും അലോറയും കൂടി ഓട്ടോന് പോണേണ്. ഷിജോന് വെറുക്കുണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ രാവിലെ തന്നെ ഓട്ടോന് പോണേണ്. അപ്പോൾ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇത് എടുത്ത് വെച്ചിട്ട് ഒരാഴ്ച എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റാത്തതുകൊണ്ട് ഇന്നാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ അതേ നല്ല മഞ്ഞുണ്ട്. ഡൽഹി ആ ഒരു സ്ഥലമൊക്കെ പോലെ ഉണ്ട് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ബോൾഗാട്ടി പോണത് മമ്മിയുടെ മമ്മി, അതായത് എൻ്റെ മമ്മയുടെ 10th ഡെത്ത് ആനിവേഴ്സറി ആണ്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്നുണ്ട് ബോൾഗാട്ടിയിലാണ്. അപ്പോൾ അത് അങ്ങനെ ഓട്ടോനോണയാണ്. 6:30 കുർബാനയായിരുന്നു. അപ്പോൾ നമ്മൾ 7 മണിയായിട്ട് പോയപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ രാവിലെ പോകണമെന്ന് എഴുതി ഞാനൊരു 5:30 എണീറ്റ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇത് നല്ല മഞ്ഞുണ്ട്. ആദ്യമായിട്ടാണ് ഈ സമയത്ത് എണീക്കണത് തന്നെ ഞാൻ. അതൊക്കെ കഴിഞ്ഞത് ഇപ്പം നിങ്ങളൊരു വിസിലിൻ്റെ സൗണ്ട് കേട്ടെങ്കിൽ എഡിറ്റ് ചെയ്യണ സമയത്ത് അലോറ വന്നിട്ട് വിസിലോതിയതാണ്. അപ്പോൾ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് കൊന്ത ഉണ്ടായിരുന്നു, കുർബാന പിന്നെ നൊവേനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുഴിയിലേക്ക് വന്ന് ചെറിയ രീതിയിൽ പൂവും ക്യാൻഡിൽസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആൻറ്റിമാരും പിള്ളേരും അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുഴിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോയത് വീട്ടിലോട്ട്. സ്വർഗവാദം തുറക്കൂ നാദാകാരുണ്യവായ്പോടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ നേരെ ഇങ്ങനെ വെളിച്ചമായിട്ട് ഇങ്ങനെ വന്ന ടൈമായിരുന്നു. മഞ്ഞുണ്ട്, നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കുരിശുപള്ളിയിൽ പോയി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും എനിക്ക് വീഡിയോസൊക്കെ എടുത്തും. നമ്മളവിടെ തന്നെ നിന്ന് കുറച്ച് പേര് പിന്നെ പോയി. എന്നിട്ട് അവിടെ നേരെ ഇങ്ങനെ വെളുത്ത്, അതായത് നല്ല മഞ്ഞ് മൂടി കിടപ്പുണ്ട്. സൂര്യനിങ്ങനെ നല്ല ഇതിൽ ഉദിച്ച് വന്ന ടൈമാണ്. കുറേ നേരം അവിടെ പോയി നിന്ന് പിന്നെ അവർ പഴയ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, പണ്ടത്തെ ഇതും. ഞങ്ങളപ്പോൾ എപ്പോഴും ഇവിടെ കൂടിയാൽ അപ്പോൾ ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഈ ആണ്ട് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കോട്ടെ. പണ്ട് തുടങ്ങി എല്ലാ കൊല്ലവും ഇത് കൂടണ കാരണം എല്ലാവരും കൂടി കൂടാനും പറ്റുമല്ലോ. അപ്പോൾ അതാണ് എനിക്കിഷ്ടമാണ്. അത് കാരണം അതാവാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ഞങ്ങളിത് കാറിന് വീട്ടിലേക്ക് പോകണേണ്. അപ്പോൾ ഇവിടെ അയാട്ടിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ പണ്ട് ഇത് പുഴയായിരുന്നു. അപ്പോൾ ആ അച്ഛന്മാരൊക്കെ ഓടി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഈ അയാട്ട് വന്നതിന് മുമ്പ്. അപ്പം ഞാനെന്തോ 3-ലോ 4-ലൊക്കെ ചേർന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാത്ത ഫുള്ള് ഇപ്പോൾ ചേഞ്ചാണ്. പണ്ടൊക്കെ നല്ലൊരു ഗ്രാമപ്രദേശമായിരുന്നു, ഇപ്പോൾ ഫുള്ള് മാറി. അവിടെയൊക്കെ ഇട്ട് കുറച്ച് ഹോട്ടൽ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നമ്മളങ്ങനെ കാറിന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പാലം കടന്നാൽ മതി.
അവക്കടെ പാട്ട് വെച്ച് കൊടുക്കാനോ അതാണ് ഇതാണ് എൻ്റെ പാട്ട്. आज की रात मजा उसका आँखों से लीजिए आज की रात मजा उसका आँखों से लीजिए അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കസിൻ്റെ ഡാൻസൊക്കെ കണ്ട് നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങി. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂവും ബ്രെഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ആൻറ്റി തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങി. ഇവിടെ ആയിട്ട് പണ്ട് ചെറിയൊരു ബോഡ്ജറ്റിയായിരുന്നു, പിന്നെ ഇപ്പോൾ മെട്രോ ഇതൊക്കെ ആക്കി. പിന്നെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ലഞ്ചിൻ്റെ ടൈമായി. ലഞ്ച് കസിൻ ബ്രദറാണ് കൊണ്ടുവന്നത്. അപ്പോൾ കുറച്ച് വേറെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങി, അല്ലോറയൊക്കെ ഉറങ്ങി. ഇവിടെ പിന്നെ അത് ലുഡോ കളിക്കണൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി. അത് കഴിഞ്ഞ് ഫുഡ് എത്തി കഴിഞ്ഞപ്പോൾ ഞാനും പോയി ഹെൽപ്പ് ചെയ്തപ്പോൾ ഫുഡ് ഈ കസിൻ ബ്രദറായിരുന്നു. ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഗീ റൈസ് പുലാവ് ഉണ്ടായിരുന്നു, പിന്നെ ഈ മണിപ്പൂട്ട് പോലത്തെ, പിന്നെ പത്തിരി, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് കുറുമ, പിന്നെ ഗോബി മഞ്ചൂരിയനാണ്, ചില്ലി ഗോബിയാണെന്ന് പറയുന്നത്. പക്ഷേ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ റൗണ്ട് പത്തിരിയും ആ ചെറിയ പുട്ട് പോലത്തേതും ചിക്കൻ കറിയൊക്കെ ഇട്ടിട്ട് കൊടുത്ത് അങ്ങനെ എല്ലാവരും തന്നെ കഴിച്ച്. അപ്പോൾ ഇടയിൽ കൂടി അലോറ ഉറങ്ങിയത് കാരണം ഞാനും ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇതൊക്കെ ആയിട്ടിങ്ങനെ ഫുഡ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ സർവ് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് ഒരു ബൊഫേ മോഡലായിട്ട്. ആദിത്യ മഹിച്ച് അവിടെ നിൽക്കും. ഞാൻ പോയി കഴിയുമ്പോ ടേക്ക് ഓവർ ചെയ്തോ. നീ കഴിക്കടി. അലോറ പിന്നെ എല്ലാ പ്രാവശ്യവും ഇവളായിട്ട് കമ്പനി ആവട്ടെ. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം കമ്പനിയായി. പിന്നെ അവക്കടെ കൂടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈവനിങ് ആയിട്ട് പിന്നെ എല്ലാവരും ഇറങ്ങി. അപ്പോൾ അത് ഇവരെ കൊണ്ടാക്കാമെന്ന് എഴുതി അവരാക്കി, വഴി വരെ കൊണ്ടാക്കിയിട്ട് പിന്നെ നമ്മളും കാറ് കയറിപ്പോയി. ഞാൻ നേരെ വീട്ടിലോട്ടും പോയി. അതേ ഇവിടെ ഇങ്ങനെ നിൽക്കണേട്ട കണ്ട അയാട്ടാണ് അപ്പുറത്ത്. അപ്പോൾ കാറിനിങ്ങനെ പോയി എല്ലാവരും കൂടി സംസാരിച്ചൊക്കെയാണ് പോയത്. പിന്നെ പെട്രോളൊക്കെ അടിച്ച് നമ്മുടെ വീടിൻ്റെ അവിടെയായിട്ട് ആക്കി തന്ന്. പിന്നെ അവർ ആലുവയിൽ കഴിഞ്ഞ് പോണവരുടെ വീട്. അപ്പോൾ അങ്ങനെ അവരും പോയി. അപ്പോൾ ഇതായിരുന്നിട്ടിരുന്നൊരു എന്താ പറയുക വിശേഷങ്ങൾ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ബായ്.